ഒരു പുരുഷൻ എപ്പോഴാണ് ഏറ്റവും മികച്ചവൻ എന്ന് പറയുന്നത്, ഏറ്റവും നല്ലവൻ എന്ന് പറയുന്നത് എന്ന് പ്രവാചകരോട് ചോദിച്ചപ്പോൾ അതിന് നൽകിയ മറുപടി ഇങ്ങനെയാ: എപ്പോഴാണോ നിൻ്റെ ഭാര്യ, നിൻ്റെ ഇണ നിന്നെ മികച്ചവനാണ്, അവൻ നല്ലവനാണ് എന്ന് പറയുന്നത്, അപ്പോഴാണ് നീ മികച്ചവനാവുന്നത് എന്ന്. ദീനാണ്, ഇസ്ലാമാണ് പറയുന്നത്. അല്ല, ഇസ്ലാമാണ് പറയുന്നത് എപ്പോഴാണോ ഭർത്താവ് ഏറ്റവും മികച്ചവനാണെന്ന് ഞാൻ പറയുന്നത് അപ്പോഴേ മികച്ചവനാവുന്നുള്ളൂ എന്ന്. അത്രയും സംരക്ഷണമാണ് സ്ത്രീക്ക് ഇസ്ലാം നൽകുന്നത്. പുരുഷന്മാരോട് പറയാ, നിങ്ങളിൽ ഏറ്റവും നിന്റെ ഇണയോട്, നിന്റെ ഭാര്യയോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്നവനാണ് എന്ന്. അതാണ് ദീന്. ചിലപ്പോൾ നമ്മൾ അമ്മാൻ്റെ ഇപ്പാൻ്റെ വീട്ടിൽ കാണുന്നതൊന്നും ആവില്ല കേട്ടോ യഥാർത്ഥ ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറയണത്. വീട്ടിലൊരു പക്ഷേ അടിയും ബഹളവും കച്ചറയും ദുൽമും കാണുന്നുണ്ടാവും. അതല്ല ദീന്, അതല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് അയലോകത്തെ താത്താനെയും കൂടെ പഠിക്കുന്ന പിയർ ഗ്രൂപ്പിലുള്ള കുട്ടികളോ കാക്കമാരോ അതല്ല ദീന്. അവരാരും നോക്കണ്ട, അവരൊക്കെ അങ്ങനെയല്ലേ, ആ കാണുന്നത് അങ്ങനെയല്ലേ. ഇത്ര ആൾ ഡൈവേഴ്സായില്ലേ, ഇത്ര ആൾ ഡൈവേഴ്സിൻ്റെ വക്കിലല്ലേ, ഇത്ര ആൾ പീഡനം അനുഭവിക്കണില്ലേ, ഇത്ര ആൾ സഹിച്ച് ജീവിക്കണില്ലേ. ആരാ പറഞ്ഞു ഓരൊക്കെ നോക്കാൻ? ഓരോന്നും നമ്മൾ നോക്കണ്ട. അവരല്ല നമ്മളെ ജീവിതം തീരുമാനിക്കുന്നത്.